തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആവശ്യാനുസരണം വിദ്യാർത്ഥികളെ ഉപയോഗിക്കാം. BLOമാരെ സഹായിക്കാൻ പൊതുജനങ്ങളുടെ പിന്തുണ തേടാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വിശദീകരിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, സംസ്ഥാന ജീവനക്കാർ അതോടൊപ്പം തന്നെ ഈ ഡ്യൂട്ടിക്കായി SIR നടപടിക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജീവനക്കാർ ഇവരൊക്കെ വലിയ എതിർപ്പുകൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ്. അതിനിടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ കൂടി ഇതിൻ്റെ നടപടികളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ആലോചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്, അതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് നിശ്ചിത സമയപരിധിക്കകം അത് ഏത് വിധേനയും പൂർത്തിയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇങ്ങനെ വിദ്യാർത്ഥികളെ കൂടി ഇതിൻ്റെ നടപടികളിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നത്? ഉമേഷ്. തീർച്ചയായും ദിലീപ് കുമാർ, അത്തരമൊരു നടപടി, അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച ശേഷം അത് തിരികെ വാങ്ങി ഡിജിറ്റലൈസേഷൻ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ 26-ാം തീയതി, അതായത് നാളെയോടുകൂടി പൂർത്തിയാക്കണമെന്നായിരുന്നു ആദ്യ ടാർഗറ്റ്. പക്ഷേ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം ആകെ 28% താഴെ മാത്രമേ എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച ടാർഗറ്റ് സമയത്തിനുള്ളിൽ ഇത് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ കൂടി, അതായത് NSS, NCC യൂണിറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി ഇതിന് ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശമായി ഓരോ നിയോജക മണ്ഡലത്തിന്റെയും ചുമതലയുള്ള ഓഫീസർമാർ ഇപ്പോൾ സ്കൂളുകൾക്ക് കത്തയച്ചിരിക്കുകയാണ്. ഈ സ്കൂളുകളിൽ നിന്ന് NSS, NCC വോളണ്ടിയർമാരായി SIR പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന കുട്ടികളുടെ പട്ടിക നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തനത്തിൽ, ഈ നടപടിയിൽ തെറ്റില്ല എന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തുന്നത്. അത്തരത്തിൽ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അടക്കമുള്ളവരുടെ ഈ ഒരു സഹകരണം തേടുന്നതിൽ തെറ്റില്ല. അങ്ങനെ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സഹായം തേടി ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുന്നോട്ട് പോകാവുന്നതാണ്. അതിന് കളക്ടർമാർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നും രത്തൻ ഖേൽക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.